ബ്രിട്ടനിൽ സമീപകാലത്തൊന്നും കാണാത്ത വിധമുള്ള വർഗീയ ലഹളയാണ് ഇപ്പോൾ പടരുന്നത്. ഒരാഴ്ച മുമ്പ് സൗത്ത് പോർട്ടിൽ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് മടങ്ങിയ കൊച്ചുകുട്ടികളെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കുടിയേറ്റക്കാരോടുള്ള പകയാണ് വംശീയ കലാപവുമായി നഗരങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. ഏതാനും ദിവസം മുമ്പ് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ഉണ്ടായ സംഭവവും കലാപം ആളിപ്പടരാൻ കാരണമായിട്ടുണ്ട്. സുരക്ഷാ പരിശോധനയ്ക്ക് വിസമ്മതിച്ചു എന്നാരോപിക്കുന്ന യാത്രക്കാരുടെ ഒപ്പം ഉണ്ടായിരുന്ന യുവാക്കൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. ജോലിയിൽ ഉണ്ടായിരുന്ന വനിതാ പോലീസുകാരിയെ മാരകമായി ആക്രമിച്ചു. തുടർന്ന് പോലീസ് കടുത്ത ബലപ്രയോഗം നടത്തി യാത്രക്കാരെ അറസ്റ്റ് ചെയ്തതും വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. ഇതേ തുടർന്ന് ഏതാനും പോലീസുകാർ സസ്പെൻഷനിലായി. തങ്ങളുടെ ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടതോടെയാണ് പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നതെന്ന് തെളിയിക്കാൻ CCTV ഫുട്ടേജുകൾ പുറത്തുവിടേണ്ടി വന്നു. ഇത് മാധ്യമങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിച്ചതോടെ തദ്ദേശവാസികളായ ബ്രിട്ടീഷുകാർക്ക് കുടിയേറ്റക്കാരോട് കൂടുതൽ അമർഷം ഉണ്ടാകാൻ കാരണമായി. ഇതിന് തൊട്ടു പിന്നാലെ നിഷ്കളങ്കരായ കുട്ടികൾ കൂടി കത്തിമുനയിൽ ഇല്ലാതായതോടെ ജലം സകല നിയന്ത്രണവും നഷ്ടമായി തെരുവിലിറങ്ങുകയായിരുന്നു. ജനങ്ങൾക്ക് ആവശ്യത്തിലേറെ പ്രകോപനം സൃഷ്ടിക്കാൻ തീവ്ര വലതു ചിന്താഗതിക്കാരനും വിദ്വേഷ പ്രചാരകനുമായ ടോമി റോബിൻസന്റെ നീക്കങ്ങളും കാരണമായി. ജനങ്ങളെ പ്രകോപിതരാക്കാനുള്ള സകല തന്ത്രങ്ങളും പുറത്തെടുത്ത ശേഷം ഇയാൾ സൈപ്രസിൽ അവധി ആഘോഷിക്കുകയാണ്. ഈ ഇരട്ടത്താപ്പിനെതിരെ വലതുപക്ഷക്കാരായ ഡെയിലി മെയിൽ പത്രം പോലും രംഗത്തു വന്നിരിക്കുന്നു. പല നഗരങ്ങളിലും കലാപകാരികളും അവരെ നേരിടാൻ കുടിയേറ്റക്കാരും നേർക്കുനേർ നിന്നതോടെ എണ്ണത്തിൽ കുറവായ പോലീസുകാരാണ് വെള്ളം കുടിച്ചത്. ബെൽഫാസ്റ്റ് പോലുള്ള നഗരങ്ങളിൽ കുടിയേറ്റക്കാരുടെ കടകൾ തെരഞ്ഞുപിടിച്ച് കലാപകാരിൽ തീയിടുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ഹൾ, ലീഡ്സ് തുടങ്ങിയ നഗരങ്ങളിൽ അഭയാർത്ഥികൾ താമസിക്കുന്ന ഹോട്ടലുകളിലേക്ക് അതിക്രമിച്ചു കയറാനും കലാപകാരികൾ ശ്രമം നടത്തി. ഇത്തരത്തിൽ അടുത്ത കാലത്തൊന്നും കാണാത്ത വിധമുള്ള കലാപത്തിലേക്കാണ് ഇപ്പോൾ ബ്രിട്ടൻ നീങ്ങുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസമായി തുടരുന്ന കലാപത്തിന് ഇപ്പോഴും ശമനം ഉണ്ടായിട്ടില്ല. അതിനിടെ കലാപം പടരുന്നതിനിടയിൽ പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമർ അവധിക്കാല യാത്രയ്ക്ക് ഒരുങ്ങുന്നു എന്ന വാർത്തയും വിവാദമായി. അതിനോട് പ്രധാനമന്ത്രിക്കും കുടുംബമുണ്ട് എന്ന മറുപടിയാണ് ലേബർ പാർട്ടി നേതാക്കൾ നൽകിയത്. പക്ഷേ കാര്യങ്ങൾ കൈവിടുന്ന സാഹചര്യത്തിൽ യാത്ര നടത്തുന്നത് ശരിയാവില്ല എന്ന തിരിച്ചറിവിൽ അദ്ദേഹം യാത്ര റദ്ദാക്കി എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ വംശീയ റാലികൾ നടക്കാതെ പോയ സ്ഥലങ്ങളിൽ കൂടി കൂടുതൽ റാലികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീവ്ര വലതുവാദികൾ. കുടിയേറ്റ ജനതയ്ക്കെതിരെ ശക്തി കാട്ടുക എന്ന ലക്ഷ്യം കൈവിട്ട് അതിക്രമിച്ചൊതുക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത് പൊതുജന പിന്തുണ കുറയാൻ കാരണമായിട്ടുണ്ട്.